ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന ചോദ്യത്തിന് പലപ്പോഴും ആളുകൾ പറയാറുള്ള ഉത്തരം ഇലോൺ മസ്കിൻ്റെയോ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിൻ്റെയൊക്കെ പേരായിരിക്കും. പക്ഷേ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയൊക്കെ മുന്നിൽ വരുന്ന ഇത്തരം ശതകോടീശ്വരന്മാർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ചില ശക്തികൾ, ചില വ്യക്തികൾ നമ്മുടെ ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? 800 വർഷക്കാലമായി ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്തും അധികാരവും കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു നിഗൂഢ സംഘത്തെക്കുറിച്ചാണ് അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പണം കൊണ്ട് ലോകത്തെ വിലക്ക് വാങ്ങിയ ആ ഒരു സംഘത്തിൻ്റെ ഞെട്ടിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. സോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. 12-ാം നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റലിയിലെ വെനീസ്, ജനോവ എന്നീ നഗരങ്ങൾ ലോകത്തെ മുഴുവൻ കച്ചവടത്തിൻ്റെ ഒരു നെടുന്തൂണുകൾ തന്നെയായിരുന്നു. കടലിലൂടെയുള്ള സുഗന്ധവ്യഞ്ജനത്തിൻ്റെ കച്ചവടവും ബാങ്കിങ്ങും വഴി അവിടുത്തെ ചില പ്രധാനപ്പെട്ട കുടുംബങ്ങൾ വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കി. ഇന്നത്തെ വലിയ ബാങ്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും ഒക്കെ അടിത്തറ ഒരു പക്ഷേ ഇവരായിരിക്കാം. ഈ സമ്പന്ന കുടുംബങ്ങളെ ബ്ലാക്ക് നോബിലിറ്റി എന്ന് വിളിക്കാൻ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അധികാരം നിലനിർത്താൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളും നിഗൂഢമായ പല പ്രവൃത്തികളുമാണ്. 2, വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ അധികാരം ഇറ്റലിയുടെ സൈന്യം പിടിച്ചെടുത്ത സമയത്ത് മാർപ്പാപ്പയെ പിന്തുണച്ചിരുന്ന ഈ കുടുംബങ്ങൾ അവരുടെ കൊട്ടാര വാതിലുകൾ അടക്കുകയും പ്രതിഷേധത്തിന്റെ ഭാഗമായി കറുത്ത വസ്ത്രങ്ങൾ ഇടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇവരെ ബ്ലാക്ക് നോബിലിറ്റി അഥവാ കറുത്ത പ്രഭുക്കന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. സാധാരണയുള്ള രാജകുടുംബങ്ങളൊക്കെ അയൽ രാജ്യങ്ങളെ യുദ്ധം ചെയ്തുകൊണ്ടാണ് കീഴ്പ്പെടുത്താറെങ്കിൽ ഇവരുടെ രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. പണം പലിശക്ക് കൊടുത്തും തീരാത്ത കണക്കെണിയിലാക്കിയും രാജ്യങ്ങളെ അവർ പിടിച്ചടക്കും. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ബാങ്കേഴ്സ് ഇവരായിരുന്നു. അന്ന് റോം ഭരിച്ചിരുന്ന കൊളോണ, മസിമ്മോ തുടങ്ങിയ പ്രമുഖ കുടുംബങ്ങൾ ഇവരുടെ ഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല ആഗോള സാമ്പത്തിക വ്യവസ്ഥകൾക്ക് പിന്നിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഇല്ലുമിനാറ്റിയെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഇല്ലുമിനാറ്റി എന്ന ആ സംഘടനയെ വളർത്തുന്നതും അവർക്ക് വേണ്ട പണവും മറ്റ് സഹായങ്ങളും എല്ലാം നൽകുന്നതും ഈ ഒരു ബ്ലാക്ക് നോബിലിറ്റി കുടുംബങ്ങളാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന കുടുംബം റോത്ത് ചൈൽഡ് ആണെന്നാണ്. എന്നാൽ സത്യത്തിൽ റോത്ത് ചൈൽഡിനേക്കാൾ സമ്പന്നരായ എന്നാൽ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത മറ്റു പല ഫാമിലീസും ഉണ്ട്. അതിലൊന്നാണ് ഓർസിനി ഫാമിലി. റോമിലെ ഏറ്റവും പുരാതനമായ കുടുംബങ്ങളിൽ ഒന്നാണിത്. നൂറ്റാണ്ടുകളായി വത്തിക്കാനിലെ രഹസ്യ സൂക്ഷിപ്പുകാരും അതുപോലെ തന്നെ മാർപ്പാപ്പമാരെ നിയന്ത്രിക്കുന്നത് പോലും ഇവരാണെന്നാണ് പറയപ്പെടുന്നത്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 3 മാർപ്പാപ്പമാരെ സംഭാവന ചെയ്ത ഒരു കുടുംബം കൂടിയാണ് ഓർസിനി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ അധികാരത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് പണമല്ല, അവരുടെ ബ്ലഡ് ലൈൻ ആണ്. ഇവർക്കിടയിലുള്ള രഹസ്യങ്ങളും അവരുടെ അധികാരവും ഒന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടി അവർ പരസ്പരം ഈ കുടുംബങ്ങളിലുള്ള ആളുകളെ മാത്രമേ കല്യാണം പോലും കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പല യൂറോപ്യൻ രാജകുടുംബങ്ങളും യഥാർത്ഥത്തിൽ ഇവരുടെ ശാഖകൾ മാത്രമാണ്. ഇന്ന് നിങ്ങളിപ്പോൾ ഇവരെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ കൊട്ടാരമോ അല്ലെങ്കിൽ സൈന്യത്തെയോ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ കീഴിലാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ എല്ലാ വലിയ സെൻട്രൽ ബാങ്കുകളും വർക്ക് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കിങ് ശൃംഖലകളിൽ ഒന്നായ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് അഥവാ BIS പോലുള്ള സ്ഥാപനങ്ങൾക്ക് പിന്നിൽ ഇത്തരം കുടുംബങ്ങളുടെ സ്വാധീനമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഒരു രാജ്യം കടത്തിലാവുമ്പോൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആയുധങ്ങൾ വിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതുമെല്ലാം ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ആര് ജയിച്ചാലും ലാഭം ഇവർക്കായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഡിജിറ്റൽ കറൻസി, AI അതുപോലെ ജനസംഖ്യാ നിയന്ത്രണം പോലുള്ള പദ്ധതികൾക്ക് പിന്നിലെല്ലാം ഇവരുടെ വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ മനുഷ്യൻ്റെയും ഒരു ചെറിയ അനക്കം പോലും മനസ്സിലാക്കാൻ കഴിയുന്ന, നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. നമ്മൾ വാർത്തകളിൽ കാണുന്ന രാഷ്ട്രീയ ചർച്ചകളും തെരഞ്ഞെടുപ്പുകളുമെല്ലാം വെറും പുകമറ മാത്രമാണ്. പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർക്ക് മുന്നിൽ ചില നേതാക്കന്മാരെ അവർ ഇട്ടുകൊടുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ ലോകത്തിന്റെ ഗതി മാറ്റിക്കളയുന്ന വലിയ തീരുമാനങ്ങളൊന്നും വരുന്നത് പാർലമെന്റുകളിൽ നിന്നല്ല, മറിച്ച് ഇത്തരം കുടുംബങ്ങളുടെ അടച്ചിട്ട മുറികളുടെ ഉള്ളിൽ നിന്നാണ്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പോലെ പണമല്ല ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പണത്തെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ചില പ്രത്യേക ബ്ലഡ് ലൈൻസ് ആണ്, രക്തബന്ധങ്ങളാണ്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ വെനീസിലും ജനോവയിലും തുടങ്ങി വെച്ച ഈ ഒരു ബ്ലഡ് ലൈന്
ഇന്നും അവസാനിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകം ഒരു വലിയ നാടകമാണെങ്കിൽ ആ നാടകത്തിന്റെ തിരക്കഥ തയ്യാറാക്കുന്നതും അത് നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർമാരുമെല്ലാം ഈ ഫാമിലിയാണ്. ലോകത്തെ ഏത് രാജ്യം തകരണമെന്നോ എപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകണമെന്നോ ഒക്കെ തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ്. തങ്ങളുടെ ഐഡന്റിറ്റി പോലും ലോകത്തിന് മുന്നിൽ കൃത്യമായി വെളിപ്പെടുത്താതെ ഇരുട്ടിന്റെ മറവിലിരുന്ന് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒരു പുകമറ മാത്രമാണ്. അതിന് പിന്നിലിരുന്ന് ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നവർ ആരാണെന്ന് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.